ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാഷൻ ഫെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ഫ്രോക്ക് നൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഫ്രോക്ക് നൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. എന്താ പറയുക, ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നൊരു മോഡലാണ്. ഫസ്റ്റ് കൊണ്ട് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നതാണ്. കോട്ടനാണ് ഫാബ്രിക് വരുന്നത്, പഫ് സ്ലീവാണ് വരുന്നത്. കഴുത്ത് ചരിഞ്ഞിരിക്കുന്നത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഓൾറെഡി എനിക്ക് ഇത്തിരി ചരിവുണ്ട് കഴുത്തിന്. അത് എൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ് കേട്ടോ, അല്ല കുർത്തിയുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ല. പിന്നെ അത് നേരെ വെക്കാത്തതിൻ്റെ ഒരു ഇതാണ്, അങ്ങനെ ഇരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സ്ക്വയർ നെക്കാണ് വരുന്നത്. താഴെ ഇങ്ങനെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഫ്രോക്ക് നൈറ്റി കാണുന്നത്. അതെ, ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഫ്രോക്ക് നൈറ്റി, അങ്ങനെ ഞാൻ വെയർ ചെയ്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ റേറ്റ് അറിയേണ്ട, റേറ്റ് വന്നിട്ട് നമുക്ക് 199 to 220 രൂപ, രണ്ടും കൂടി മിക്സ് ചെയ്ത് പോലെ 199 രൂപ മുതൽ 220 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. അപ്പം നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പം 199 രൂപ മുതൽ 220 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്നത്തെ പുറയിൽ കെട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓരോന്ന് ഞാൻ എടുത്ത് കാണിക്കാൻ നിൽക്കുന്നില്ല, എല്ലാം അങ്ങ് ഇട്ട് കാണിക്കാം കേട്ടോ. ഇത് വന്നിട്ടൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. നല്ല രസമായിട്ടോ ഈ ഷെയ്ഡ് കാണാനായിട്ട്. അപ്പം നൈറ്റീസൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ 2-3 ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി അത് അഫോർഡബിൾ ആകുക. കാരണം ഒരെണ്ണമായിട്ട് മേടിക്കുന്നതിൽ നല്ലത് 2 എണ്ണമൊക്കെ വാങ്ങുന്നത്. കാരണം ബഡ്ജറ്റ് ആയിട്ടുള്ള റേഞ്ചിലല്ലേ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ നൈറ്റിയുടെ വീഡിയോയ്ക്ക് ഭയങ്കര എൻക്വയറി ആയിരുന്നു, ഭയങ്കര മൂവിങ് ആയിരുന്നു. ആ ഒരു സപ്പോർട്ടിനും ലവിനും ഒക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് എല്ലാവരോടും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഈ സത്യത്തിലെ നമ്മൾക്ക് നൈറ്റിയൊക്കെ ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ട്. ഇപ്പം നൈറ്റിയൊക്കെ ഞാനൊക്കെ നൈറ്റി ഇട്ടിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ആരും കാണാൻ ഓടി അകത്ത് കയറും. കാരണം നൈറ്റി ഇട്ട് ശീലിച്ചിട്ടില്ല. പണ്ട് അമ്മയുടെ നൈറ്റിയൊക്കെ എന്താ പറയുക, ആരും കാണാണ്ട് എടുത്ത്, മീൻസ് ആരും റോഡിൽ കൂടെ പോണവരൊക്കെ കാണാണ്ട് വീട്ടിലിട്ടുള്ള പരിചയം എനിക്കുള്ളൂ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നൈറ്റി ഇട്ട് കഴിഞ്ഞാൽ ഓടി അകത്ത് കയറും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ട. അപ്പം നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. സത്യം പറഞ്ഞ ഒരു ബോട്ടോ ഇട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫ്രോക്ക് നൈറ്റി ഒന്നും പറയില്ല കേട്ടോ. വേണേൽ ഫ്രോക്കായിട്ട് നിങ്ങൾക്ക് ഇടാം. ഇതിപ്പോൾ ഫ്രോക്ക് നൈറ്റി എന്ന് പറഞ്ഞൊരു ട്രെൻഡിങ് വന്നുകൊണ്ടാണ് ഇത് നൈറ്റി എന്നുള്ളൊരു ഒരു കാറ്റഗറിയിലോട്ട് ഇത് പോയത്. പണ്ട് നമ്മളിതുപോലെ പഫൊക്കെ വെച്ചിട്ട് താഴെ ഫ്രില്ലൊക്കെ വെച്ച് ഇതുപോലെയൊക്കെ തയ്ക്കുമായിരുന്നു, കോട്ടൺ വെളിയിലൊക്കെ പോകാനായിട്ട്. എനിക്ക് വേണ്ട അമ്മ തയ്ച്ചു തരുമായിരുന്നു ഇങ്ങനത്തെയൊക്കെ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇത് ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ. ഓക്കെ, അപ്പം ഫ്രോക്ക് നൈറ്റി ഇടുന്നവരും കൂടി ഫ്രോക്ക് നൈറ്റി ആവാനാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ച് ചേഞ്ചൊക്കെ അല്ല, ഒരു ചേഞ്ചൊക്കെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് വണ്ടി ഈ ഒരു ഇതാണ് കേട്ടോ. നല്ല രസമാട്ടോ, എല്ലാ ഷെയ്ഡും കാണാൻ നല്ലതാണ്. അപ്പോൾ എല്ലാം കോട്ടനാണ് ഫാബ്രിക് വരുന്നത്. പിന്നെ ഒന്നും കൂടുതൽ പറയാനായിട്ടില്ല. സൈസ് നമുക്ക് ഫ്രീ സൈസാണ് വരുന്നത്. മീൻസ് എൻ്റെ ഒരു സൈസ് മീഡിയമാണ്. അപ്പം ഈ ഒരു ഇത് തൊട്ട് നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. അത് ഫ്രീ സൈസാണ് വരുന്നത്. അപ്പോൾ ഡബിൾ എക്സലുകാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇനിയും ഫ്രോക്ക് നൈറ്റീസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഫ്രോക്ക് നൈറ്റി അല്ല കേട്ടോ, നൈറ്റി ആട്ടോ കൊണ്ടുവരാൻ പോണത്. ഓക്കെ, അപ്പം ഇനി എന്തൊക്കെ മോഡൽ കൊണ്ടുവരണമെന്നൊന്ന് കമൻറ്റായിട്ടും കൂടി ഒന്ന് ഇട്ടേക്കാം കേട്ടോ. നമുക്ക് സ്ക്വയർ നെക്കും റൗണ്ട് നെക്കും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. എല്ലാത്തിനും പഫ് സ്ലീവാണ് വരുന്നത്. അത് കുഴപ്പമില്ല കേട്ടോ. പഫ് സ്ലീവ് അന്നിച്ചില്ലാത്ത താത്തി വെച്ച് കഴിഞ്ഞാൽ നേരെ ഇരുന്നോളും. പഫ് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും കഴിച്ചു വിട്ട് അതങ്ങ് മാറിക്കോളും. പിന്നെ താഴെ എല്ലാത്തിനും ഒരേപോലെ ഫ്രില്ല് വരുന്നുണ്ട്. അതാണല്ലോ ഇത് ഫ്രോക്ക് നൈറ്റി എന്ന് പറഞ്ഞത്. പിന്നെ എല്ലാത്തിനും കെട്ട് വരുന്നുണ്ട്. കെട്ടിത്തിരി ഇറങ്ങിയാണ് വരുന്നത്. അപ്പോൾ മീൻസ് നൈറ്റ് നമ്മൾ കുറച്ച് ലൂസായിട്ടല്ലേ ഇടുള്ളൂ. അപ്പോൾ കെട്ട് കുറച്ച് ഇറങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതായിട്ട് കെട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇതും വന്നിട്ട് സ്ക്വയർ നെക്ക്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കോട്ടൺ ആട്ടോ വരണത്. പിന്നെ എല്ലാം കോട്ടൺ തന്നെയാണ് വരണത്. അപ്പോൾ വീട്ടിലിടാൻ കോട്ടൺ ആണല്ലോ നല്ലത്. നല്ല കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. കോട്ടൺ ആകുമ്പോൾ ഈ ചൂടുകാലത്തൊക്കെ ആണല്ലോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഞാനിത് പൊക്കി കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അങ്ങനെ നിങ്ങൾക്ക് സത്യത്തിൽ നമ്മൾ ഇത് ഈ വീഡിയോ എടുത്തപ്പോൾ കുറച്ചും കൂടി ബാക്കിലോട്ടാക്കി ക്യാമറ, കാരണം ഫുൾ വ്യൂ കിട്ടണില്ല. അപ്പോൾ ആ ഒരു പ്ലീറ്റ്സ് കാണില്ലയോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കാണിക്കണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കഴുത്ത് ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. കഴുത്ത് അങ്ങനെയല്ല, ഇത് എൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടാണ് എൻ്റെ കഴുത്ത് ചെരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 3-ാം തീയതിക്ക് ശേഷമാണ് ഇതിൻ്റെയൊക്കെ ഡിസ്പാച്ചിങ് വരുന്നത്. 7 to 9 വർക്കിംഗ് ഡേയ്സ് ഫോർ ഡിസ്പാച്ചിങ് ടൈമാണ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് ഓൾവേസ് എക്സ്ട്രാ വരുന്നുണ്ട്. 3 എണ്ണം എടുത്താലും ഒരെണ്ണം എടുത്താലും ഒരേ ഷിപ്പിംഗ് ചാർജാണ് വരുന്നത്. നമുക്ക് റിട്ടേൺ എക്സ്ചേഞ്ച് പോസിബിൾ അല്ല.